പത്തരമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമിക ഫോണിൽ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. അനാമികയെ കണ്ട പാടത്തിന് വഴിമാറി നടക്കുകയാണ് ദേവയാനി. കാരണം അനാമിക ദേവയാനിയെ കണ്ടാൽ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടാകുമെന്ന് ദേവയാനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവളിവിടെ ഉണ്ടായിരുന്നോ? ഇവളെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് നല്ലത്. എന്നെ കണ്ടാൽ ഇവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ദേവയാനി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം വരുത്തി വെച്ചത് ഞാനല്ലേ. അങ്ങനെ വിഷമത്തോടെ ദേവയാനി തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് അനാമികയുടെ കണ്ണിൽ ദേവയാനി പെടുന്നത്. വല്യമ്മ എന്ന് ഉറക്കെ അനാമിക വിളിക്കുന്നുണ്ട്. അയ്യോ, ഇവളെന്നെ കണ്ടല്ലോ എന്ന മട്ടിൽ ദേവയാനി അനാമികയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ വല്യമ്മ എന്നെ കണ്ടില്ലേ? ഇല്ല മോളെ, സത്യമായിട്ടുമില്ല. ഞാൻ റൂമിലേക്ക് പോകാൻ നോക്കുന്ന സമയത്താണ് ഫോൺ എടുത്തില്ല എന്ന് ഓർമ്മ വന്നത്. അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങുകയായിരുന്നു. എങ്കിൽ പിന്നെ വല്യമ്മ പോയിക്കോ. അല്ല, എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? എങ്ങനെയാണ് വല്യമ്മ വിഷമം വരാതിരിക്കുക? അങ്ങനെയുള്ള കാഴ്ചകളാണ് ഞാൻ നിരന്തരം കാണുന്നത്. ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല വല്യമ്മേ. അതിന് മാത്രം എന്താ മോളെ ഇവിടെ ഉണ്ടായത്? വല്യമ്മ ഇതൊന്ന് നോക്കിക്കേ. വല്യമ്മ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ലക്ഷങ്ങൾ വിലയുള്ള മാലയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. ഞാനിത് കണ്ടു മോളെ. ഞാൻ എന്ത് ചെയ്യാനാ? ആദർശിന് അവളെ ഇപ്പോൾ വലിയ കാര്യമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആദർശ് മോനെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുകയാണ് അവളുടെ വീട്ടുകാരും. ഇപ്പോൾ തന്നെ 4-5 ലക്ഷം രൂപ വരുന്ന ഒരു നെക്ലേസാണ് ആദർശേട്ട അവൾക്ക് വാങ്ങിക്കൊടുത്തത്. ഇതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി ആദർശേട്ടനെ കൊണ്ട് ഇവൾമാർ ചെയ്യിപ്പിക്കുകയാണ്. ആ സമയം ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മരുമകൾക്ക് ഇത്രയൊന്നും കൊടുത്താൽ പോരാ. അത്രമാത്രം ലാഭമാണ് അവൾ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അസൂയയും കുശുമ്പുമായി നടക്കുന്ന ഇവളോട് എന്ത് പറയാനാ? വല്യമ്മേ, നമ്മുടെ കുടുംബത്തിന് ചേർന്ന മരുമകളല്ല നയന. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആദർശേട്ടനെ ആ നയനയും തല്ലിപ്പിരിക്കണം. അതിന് എന്ത് വഴി വേണമെന്നാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. അല്ല വല്യമ്മ, എന്താണ് ഈ ആലോചിക്കുന്നത്? അല്ല മോളെ, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് വഴിയാണെങ്കിലും മോൾ എന്നോട് പറയണം. ഞാൻ മോളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് തന്നെയുണ്ട്. ആ നയന എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമെന്നത് എൻ്റെ ആവശ്യമാണ്. ശരി വല്യമ്മേ, എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ വല്യമ്മയോട് പറഞ്ഞിരിക്കും. ഇതും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നീയൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. എൻ്റെ മരുമകളെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇവളുടെ മനസ്സിൽ ആർത്തിയാണ്, പണത്തിനോടുള്ള ആർത്തി. ഇവളെയൊക്കെ തിരിച്ചറിയാൻ വൈകിപ്പോയാലോ ഈശ്വര. എൻ്റെ മരുമകളെ നിനക്ക് പുറത്താക്കണമല്ലേ? ഇന്നത്തോടു കൂടി നിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നുണ്ട്. നീ കാത്തിരുന്നോ. നിനക്ക് ഞാൻ തന്ന 10 പവൻ സ്വർണം എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയണം. ആ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് തന്നെ സത്യങ്ങളെല്ലാം അറിയാം എന്നൊക്കെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നീയും നിന്റെ വീട്ടുകാരും ഈ അനന്തപുരിയിലുള്ളവരെ കബളിപ്പിക്കേണ്ട. സത്യം ഇന്ന് എന്തായാലും അറിയും. നീ നിന്റെ വീട്ടുകാരുമാണ് ഇത് ചെയ്തതെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെയൊന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ദേവയാനി എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയം ജയൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ? ചേട്ടാ, ഞാൻ പറയാൻ വിട്ടു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ജയേട്ടൻ വരേണ്ട. ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കല്ലേ. തൽക്കാലം ഞാൻ പോയിക്കോളാം. ശരി, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആരോഗ്യം നല്ലോണം ശ്രദ്ധിക്കണം. ദേവയാനി, നീ ഒറ്റയ്ക്ക് പോകേണ്ട. ആദർശിൻ്റെ കൂടെ പോയിക്കൂടെ? അതൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ പോലീസുകാരൻ ദേവയാനിയോട് പറയുന്നുണ്ട്, മേഡം അതൊരു കേസ് റീഓപ്പൺ ചെയ്തില്ലേ? ആ 10 പവൻ്റെ സ്വർണം നഷ്ടപ്പെട്ട കേസ്. അത് ചോദിക്കാനാണ് സാർ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. പ്രതിയെ കണ്ടെത്തിയോ? കണ്ടെത്തി മേഡം. എന്നിട്ട് എവിടെ? എനിക്ക് കാണണം അവനെ. മേഡം, അതിന് ഞങ്ങൾ പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നോ? പ്രതി ആരാണെന്ന് മനസ്സിലാക്കിയില്ലേ? പിന്നെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് സാറേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പറഞ്ഞു വരുന്നത് മേഡത്തിൻ്റെ റിലേറ്റീവാണ് ഈ മോഷണം ചെയ്തത്. അത് അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ടാണ് മേഡത്തിനോട് കാര്യം പറയാമെന്ന് കരുതിയത്. റിലേറ്റീവോ? ആരാ അത്? റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും സാർ അവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അതൊക്കെ ചെയ്യാം മേഡം. മേഡം ഒന്ന് മൂളിയാൽ മതി. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. അത് അനന്തപുരിയിലെ ഇളയ മക്കളുടെ അച്ഛനും അമ്മയുമാണ്. ഇങ്ങനൊരു മോഷണം ചെയ്യാൻ അവർക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ ആരോ അവരെ സഹായിച്ചു എന്നത് ഉറപ്പാണ്. അപ്പോൾ സഹായിക്കാൻ സാധ്യത അവരുടെ മോള് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയവർ തന്നെയാണല്ലേ ഈ മോഷണം ചെയ്തത്? അതെ മേഡം. മേഡം സംശയം പറഞ്ഞ ആളുകളെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റി. മേഡം, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്.
അനന്തപുരിയിലെ ചെറിയ മരുമകളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അത് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? അത് പിന്നെ പറയുന്നതിലൊന്നും തോന്നരുത്. ഈ വേണു എന്ന് പറയുന്ന ആൾ ഒരുപാട് കടം പേറി നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് പണം ആളുകളിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും അയാൾ തിരികെ കൊടുത്തിട്ടില്ല. ആ കുട്ടിയെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചത് വലിയ ചതിയിലൂടെയാണ്. അപ്പോൾ അയാൾ പണക്കാരനല്ലേ? അയാൾ വലിയ ബുക്ക് സ്റ്റാളിൻ്റെ ഉടമയാണെന്നൊക്കെ പറഞ്ഞതോ? ഒരിക്കലും അല്ല മേഡം. അയാൾക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോ കള്ളം പറഞ്ഞ് കടം വാങ്ങിക്കുക, അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ പിന്നെ അനന്തപുരിക്കാരെ പറ്റിച്ചായിരിക്കും അവർ ജീവിക്കുന്നത്. മേഡം, ഇത്രയും വലിയ കള്ളം പറഞ്ഞ് അവർക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ? എന്താണ് മേഡത്തിൻ്റെ അഭിപ്രായം? സാർ, എനിക്ക് ആദ്യം അവരെ ഒന്ന് പോയി കാണണം. എന്നിട്ട് അവളെയും അവളുടെ അച്ഛനെയും അമ്മയും എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കണം. അവർ കാരണം അനന്തപുരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? സാർ, എൻ്റെ കൂടെ അവരുടെ വീട് വരെ ഒന്ന് വരണം. അതിനെന്താ, ഞങ്ങൾ മേഡത്തിൻ്റെ കൂടെ വരാം. എന്തായാലും മേഡം അവരെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. അതുമാത്രമല്ല, ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും വേണം. അതൊന്നും വേണ്ട സാറേ. എൻ്റെ അനിമോൻ്റെ ജീവിതം തകരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അവളുടെ വീട്ടുകാരും ചെയ്ത കുറ്റത്തിന് അനിയുടെ ജീവിതം തകർക്കാൻ എനിക്ക് പറ്റില്ല സാറേ. അത് മാത്രമല്ല മേഡം, ഒരു സന്തോഷ വാർത്തയുണ്ട്. മേഡത്തിന് നഷ്ടപ്പെട്ട 10 പവൻ്റെ സ്വർണം കിട്ടിയിട്ടുണ്ട്. അതും കൂടി എടുത്തോ. നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോകാം. ഇത് പറഞ്ഞ് പോലീസുകാരും ദേവിയാനിയും അനാമികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് വേണു രേവതി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുന്നത്. രേവതി, ആരോ വന്നിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. വല്ല കടക്കാരോ മറ്റോ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക്. ഇതെൻ്റെ വിധിയാണല്ലോ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രേവതി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രേവതി ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരെ കണ്ടപ്പോൾ ആകെ ഷോക്കഡായി നിൽക്കുകയാണ് രേവതി. വേണുവേട്ട, നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാം. പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ട്. പോലീസോ? പോലീസ് എന്താണ് ഇങ്ങോട്ട് വരുന്നത്? അല്ല, നമ്മൾ കടം കൊടുക്കാനുള്ള ആരെങ്കിലും നമുക്കെതിരെ കേസ് കൊടുത്തോ? ഇതെന്തായാലും വലിയ കഷ്ടമായല്ലോ. അപ്പോഴാണ് ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആ സമയം രേവതി പറയുന്നുണ്ട്, എൻ്റെ വേണുവേട്ട, പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നമുക്ക് ആദ്യം മോളെ വിളിച്ചാലോ? അതെന്തിനാണ് രേവതി? ഇനി വേറെ പല പ്രശ്നങ്ങളാണെങ്കിൽ മോൾ ഇടപെട്ടാൽ ശരിയാകൂ എന്ന് കരുതി പറഞ്ഞതാണ്. മോള് വലിയ തറവാട്ടുകാരിയല്ലേ? ദേ രേവതി, എന്നെ കൊണ്ട് നീ വെറുതെ കേൾപ്പിക്കരുത്. ദേ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. നിങ്ങളൊന്ന് പോയി തുറന്നു നോക്ക്. അങ്ങനെ രേവതി വേണുവിനെ ഉന്തിത്തള്ളി വിടുന്നുണ്ട്. വേണു എങ്ങനെയൊക്കെ പോയിട്ട് ഡോർ തുറക്കുന്നുണ്ട്. എന്താണ് ഡോർ തുറക്കാൻ ഇത്ര താമസം എന്നൊക്കെ പോലീസുകാർ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അല്ല, സാർമാരെന്താ ഇവിടെ? എന്താ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ സാർമാരെ കണ്ടത് കൊണ്ട് ചോദിച്ചതാ. എൻ്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നന്നായിട്ട് തന്നെ അന്വേഷിച്ചു, പക്ഷേ ഉള്ളത് തന്നെയാണ്. ആ സമയം രേവതി ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, വേണുവേട്ടൻ്റെ പേരിൽ എന്ത് കേസ്? വേണുവിൻ്റെ പേരിൽ മാത്രമല്ല, നിന്റെ പേരിലും ഉണ്ടടി. കൂട്ടുപ്രതിയായെന്നോ? എപ്പോൾ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ആ സമയം പോലീസ് പറയുന്നുണ്ട്, എടാ, ആ സ്വർണ്ണപ്പെട്ടി എടുത്തേ. ഈ സ്വർണ്ണം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ? അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെ ഒരു സ്വർണ്ണം കണ്ടിട്ട് പോലുമില്ല. ഇത് അനന്തപുരിയിലെ സ്വർണ്ണമാലയാണ്. നീയും നിന്റെ ഭർത്താവ് മോഷ്ടിച്ച സ്വർണ്ണമാല. അതും നിന്റെ മകളുടെ സമ്മതത്തോടു കൂടി. ആ സമയം വേണു പറയുന്നുണ്ട്, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് കേട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നിനക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി തരാം. ഈ ഗോൾഡ് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ മനുഷ്യനെ നിങ്ങൾക്ക് അറിയുമോ? അപ്പോഴാണ് അവർ ഉപേന്ദ്രനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഉപേന്ദ്രനെ കണ്ട പാടത്തിന് വേണുവിൻ്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വരുന്നുണ്ട്. ഇയാൾ എനിക്ക് അറിയില്ല സാറേ എന്നൊക്കെ വേണു പറയുന്നുണ്ട്. എടാ വേണു, നിനക്ക് എന്നെ അറിയില്ലേ? നീ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് നീ എത്ര പണമാണ് വാങ്ങിച്ചത്? അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ ഒന്ന് വിടാൻ പറ. അങ്ങനെ ഒരു പോലീസുകാരൻ വേണുവിൻ്റെ വയറിലിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എല്ലാ സത്യവും പറയാം. അങ്ങനെ വേദന സഹിക്കാതെ നിലവിളിക്കുകയാണ് വേണു. എന്താണെന്ന് സംഭവിച്ചത്? ഈ സ്വർണ്ണമാല നിങ്ങൾ എങ്ങനെയാണ് മോഷ്ടിച്ചത്? ഞങ്ങൾ മോഷ്ടിച്ചതൊന്നുമല്ല സാറേ, ഞങ്ങൾക്ക് തന്നതാണ്. എൻ്റെ മോൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ മോൾ കണ്ടിട്ടേ ഇല്ല എന്നാണല്ലോ പറഞ്ഞത്. അത് പിന്നെ രേവതിക്ക് ഈ മാല ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് അനാമിക മോൾ രേവതിക്ക് ഇടാൻ കൊടുത്തതായിരുന്നു. ആ സമയത്ത് എൻ്റെ മോള് പേടിച്ചിട്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തൊരു കള്ളത്തരമാണ് നീ പറയുന്നത്? എന്നാൽ പിന്നെ ആ കാര്യം നിനക്ക് ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നോ? അതൊക്കെ പോട്ടെ, നിന്റെ ഭാര്യയ്ക്ക് ഈ സ്വർണ്ണമാല ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ വിറ്റത്? എത്ര പേർക്കാണ് നീ കടം കൊടുക്കാനുള്ളത്? കള്ളങ്ങൾ പറഞ്ഞ് നിന്റെ മകളെ നീ കെട്ടിച്ചയച്ചു. എന്തായാലും കൊള്ളാം. അതെ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരാൾക്ക് നിങ്ങളെ കാണാനുണ്ട്. ആ
സമയമാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ദേവ്യാനിയെ കണ്ടതും രേവതിയും വേണുവും ആകെ ഞെട്ടിത്തെരിക്കുകയാണ്. ആ സമയം ദേവ്യാനി പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ നയനെ മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ആ സമയം രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് കേട്ടത് ഒരു പോലീസ് പാഞ്ഞു വന്ന് രേവതിക്കിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. അയ്യോ സാറേ, ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് രേവതി. ആ സമയം ദേവ്യാനി പറയുന്നുണ്ട്, നാണമില്ലാതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ചോദിക്കണം, അല്ലാതെ ഇങ്ങനെ മോഷ്ടിക്കുകയല്ല ചെയ്യേണ്ടത്. നയനിയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കിടന്നത് പോലെ നിങ്ങളും അതുപോലെ കിടക്കണം. അവർക്കുണ്ടായ അപമാനം നിങ്ങളും അറിയണം. തൽക്കാലം ഈ കാര്യം ഞാൻ അനന്തപുരിയിൽ അറിയിക്കുന്നില്ല. അത് മറ്റൊന്നുമല്ല, എൻ്റെ അനിയെ ഓർത്ത് മാത്രമാണ്. എൻ്റെ അനിമോൻ്റെ ജീവിതം താറുമാറാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുകയാണ്. ഇനി മേലാൽ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളും നിങ്ങളുടെ മകളും അനന്തപുരിയിലേക്ക് വരരുത്. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മകളും അനന്തപുരിയിൽ നിന്ന് ഇറങ്ങണം. എന്തായാലും കുറച്ച് ദിവസം നിങ്ങൾ സ്റ്റേഷനിൽ കിടക്കണം. അയ്യോ ദേവ്യാനി, ഞങ്ങളോട് കരുണ കാണിക്കണം. ഞങ്ങൾ ഒരിക്കലും ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കിടിലൻ എപ്പിസോഡുകളാണ് ഇനി പത്തരമാരി വരാൻ പോകുന്നത്.